ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇനി സൗഭാഗ്യത്തിൻ്റെ വരവാണ്. കൈ നിറയെ സ്വർണം, പുതിയ വീടും കാറുമെല്ലാം ഈ രാശിക്കാർക്ക് സ്വന്തമാകുവാൻ പോകുന്നു. 2024 സെപ്റ്റംബർ 8 ഞായർ മുതൽ സെപ്റ്റംബർ 14 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലമാണ്. ആദിത്യൻ ചിങ്ങം രാശിയിലാണ്. പൂരം, ഉത്രം, ഞാറ്റുവേലകൾ നടക്കുന്നു. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ചോതി മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുകയാണ്. ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ്. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമാണ്. ചൊവ്വ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. ബുധൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. ശുക്രൻ കന്നി രാശിയിൽ അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ഈ ആഴ്ചയിലെ അഷ്ടമ രാശിക്കൂർ നോക്കാം. ഞായറും തിങ്കൾ ഉച്ചവരെയും മീനക്കൂറുകാർക്കും തുടർന്ന് ബുധൻ രാത്രി വരെ മേടക്കൂറുകാർക്കും അനന്തരം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ ഇടവക്കൂറുകാർക്കുമാണ്. അതിനുശേഷം മിഥുനം രാശിക്കാരുടെ ചന്ദ്രാഷ്ടമി തുടങ്ങുകയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ വാരഫലം നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൊതുഫലമാണ്. അതിനാൽ ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി ഉപയോഗിച്ച് ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ അനുകൂല അവസ്ഥയുടെ ഗുണങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ വളരെ സുഗമമായി തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇനി രാശി നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കും. എന്നാൽ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുവാനും അനാവശ്യമായ കേസ് വഴക്കുകളിൽ പെടുവാനും ബന്ധം വഷളാകുവാനും ഇടയുണ്ട്. ഉദര സംബന്ധമായ വൃക്ക സംബന്ധമായ ഉള്ള പ്രശ്നങ്ങളുള്ളവർ ഈ ആഴ്ചയിൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അണുവിട തെറ്റാതെ തന്നെ പാലിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. ശരീര ശോഷണം ഉണ്ടാവുകയും ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം മിതത്വം പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ ഇടയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും ചതി ഉണ്ടാകുവാനും അതുവഴി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് തൊഴിൽ മേഖലകളിൽ വളരെയധികം ധനനേട്ടവും ഉയർച്ചയും ഉണ്ടാകും. മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ വന്നെത്തും. ഏതെങ്കിലും ബിസിനസ് നടത്തുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഈ ആഴ്ച അസുലഭമായ അവസരങ്ങൾ വരികയും ധാരാളം പണം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ ദാമ്പത്യ ഐക്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, തൊഴിലിൽ വൻ വിജയം, ശത്രുഹാനി, കീർത്തി എന്നിവ ലഭിക്കുന്നതാണ്. സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന പ്രേമ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പിലൂടെ വിവാഹത്തിലേക്ക് അനുമതി ലഭിക്കുന്നതാണ്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഏതെങ്കിലും കേസ് വഴക്കുകൾ, അതുമല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുമല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇവയെല്ലാം ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണനഷ്ടമുണ്ടാകുവാൻ ഇടയുണ്ട്. ആമാശയ രോഗങ്ങളോ മറ്റ് ഏതെങ്കിലും അസുഖങ്ങൾ കാരണമായോ ആശുപത്രി അനുഭവിക്കേണ്ടി വരും.
ഇടവ രാശിയിലുള്ള കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാർ ശനിയാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്രദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ സഞ്ചാരശീലം കൂടുകയും യാത്രാ ദുരിതം അനുഭവപ്പെടുകയും ചെയ്യും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനും പരിക്ക് പറ്റുവാനും ഇടവരുന്നതാണ്. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളെപ്പറ്റി വ്യാകുലപ്പെടുവാനോ സന്താനങ്ങൾ വഴിപിഴച്ചു പോകുന്നതോ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ആഴ്ചയുടെ മധ്യത്തോടുകൂടി കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ജോലിയിൽ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായി വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ സഫലമാകും. തൊഴിലിൽ വിജയം, ദമ്പതികൾ തമ്മിൽ ഒത്തൊരുമ, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള യോഗം എന്നിവയെല്ലാം ഈ ആഴ്ചയിൽ വന്നെത്തും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ സംബന്ധിക്കുവാൻ അവസരം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഉന്നതി ലഭിക്കുകയും ചെയ്യും. പ്രതീക്ഷിച്ച ലാഭം കിട്ടുന്നതിനാൽ വസ്തു വിൽപ്പന നടത്തുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. മിഥുന രാശിയിലുള്ള മകയിരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ആഴ്ച വൈകാരികമായ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ മാതാപിതാക്കൾക്കോ സന്താനങ്ങൾക്കോ അസുഖം ഉണ്ടാകുവാനും ആശുപത്രിവാസത്തിനോ ഇടവരുന്നതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുവാൻ സാധിക്കും. മനസ്സിൽ അകാരണമായ ഭയം അനുഭവപ്പെടും. പല സന്ദർഭങ്ങളിലും മരണഭയം ഉണ്ടാക്കുകയും ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉള്ളവർക്ക് അത് ഉപേക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു സന്ദർഭങ്ങളാണ് വന്നെത്തുന്നത്. ആഴ്ചയുടെ മധ്യത്തോടുകൂടി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും അടിപതറാതെ ഇടപെടുവാൻ സാധിക്കുന്നതാണ്. ആഘോഷങ്ങളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും. തൊഴിലിൽ വിജയം, വാഹന ഭാഗ്യം, സാമ്പത്തിക ഉന്നതിയെല്ലാം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള നിങ്ങളുടെ വളരെയധികം കാലത്തെ അഭിലാഷം സഫലീകരിക്കും. വളരെ കാലമായി അലട്ടിയിരുന്ന രോഗങ്ങളെല്ലാം ഭേദപ്പെടുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. കർക്കിടക രാശിയിലുള്ള പുണർതം പൂയം ആയില്യം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് സർവരുടെയും ആദരവ് പിടിച്ചുപറ്റുവാനും സഹായിക്കുന്നതാണ്. പല കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടു കൂടിയ ഇടപെടലുകൾ നടത്തി വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അസാമാന്യമായ ബുദ്ധിശക്തിയും ചിന്താശേഷിയും നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തും. മറ്റുള്ളവരോട് കൂടി ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെയധികം വിജയത്തിലെത്തുകയും ലക്ഷ്യം കാണുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഈ ആഴ്ച വിജയമുണ്ടാകും. മറ്റുള്ളവർക്ക് പാഠമാകുന്ന രീതിയിൽ തിരിച്ചടികൾ നൽകുവാനുള്ള അവസരം സിദ്ധിക്കും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കുക. ഉദരവാത, പിത്ത, കഫ രോഗങ്ങൾ മൂർച്ഛിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുമായോ സന്താനങ്ങളുമായോ അനാവശ്യമായ വാക്കുതർക്കങ്ങളിലോ കലഹത്തിനോ ഏർപ്പെടേണ്ടതായി വന്നേക്കാം. ആഴ്ചയുടെ അവസാനത്തോടുകൂടി പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ വന്നു ചേരും. ചിങ്ങരാശിയിലുള്ള മകം പൂരം ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം
വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ച അധ്വാന ഭാരത്താൽ അവധിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തും. കുടുംബത്തിൽ നിസ്സാരമായ കാര്യങ്ങളിൽ വഴക്കുകൾ പതിവാകും. ശിരോ നേത്ര രോഗങ്ങളുള്ളവർ കൃത്യസമയത്ത് ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചാൽ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ തീവ്രത വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കുള്ള അനുമതി ലഭിക്കാതെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ പെടുവാൻ സാഹചര്യമുണ്ടാകും. ആഴ്ചയുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും അവരുടെ നിർദ്ദേശത്താൽ തൊഴിലിലോ ബിസിനസ്സിലോ മാറ്റങ്ങൾ വരുത്തുകയും അത് വിജയിക്കുകയും ചെയ്യും. ആഴ്ചയുടെ അവസാനത്തോടുകൂടി കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകും. കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇടയ്ക്കിടെ ഉദരരോഗം അലട്ടുന്നത് മാനസികമായി നിങ്ങളെ തളർത്തും. ജീവിത പങ്കാളിയുമായും ബിസിനസ് പങ്കാളിയുമായും നിസ്സാരമായ വാക്കുതർക്കങ്ങളിൽ പ്രശ്നങ്ങൾ വഷളാകുവാൻ ഇടയുണ്ടാകും. യാത്രാക്ലേശം വർദ്ധിക്കുകയും യാത്രയിൽ അപകടം ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. കന്നി രാശിയിലുള്ള ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ശനിയാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ വളരെ കാലമായി ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി മനസമാധാനവും സന്തോഷവും ലഭിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങളോ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങളോ ലഭിക്കുവാൻ ഇടയുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നല്ല പേര് കേൾക്കുവാനും അവസരമുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് വർദ്ധിക്കുന്നതാണ്. ദാമ്പത്തിക ഐക്യം, ഭക്ഷണ സുഖം, നിദ്രാസുഖം, ധനനേട്ടം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ മധ്യത്തോടുകൂടി തൊഴിലിൽ ചില ക്ലേശങ്ങൾ വർദ്ധിക്കുകയും നിങ്ങളുടെ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ അനിവാര്യമായി വരികയും ചെയ്യും. അസാധാരണമായ വ്യക്തിത്വമുള്ള ആളുകളെ പരിചയപ്പെടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും വാരം അവസാനത്തോടുകൂടി കുടുംബപരമായ പല വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചറിവുകൾ വരികയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ എല്ലാവിധ പദ്ധതികളും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. തുലാം രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാർ ശനിയാഴ്ച ദിവസവും സെപ്റ്റംബർ 8, സെപ്റ്റംബർ 9 ചോതി വിശാഖം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ആഴ്ചയുടെ തുടക്കത്തിൽ അമിതമായ ആഡംബരം മൂലം ധനക്ലേശം ഉണ്ടാകും. സ്ത്രീകൾ മൂലം മാനഹാനി, ധനനഷ്ടം എന്നിവയെല്ലാം ഉണ്ടാകുകയും കുടുംബ ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മാനസികമായും ശാരീരികമായും ചില അസുഖങ്ങൾ വരുവാനിടയുണ്ട്. ആഴ്ചയുടെ മധ്യത്തോടുകൂടി കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡും പേരും പ്രശസ്തിയും വന്നെത്തും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിവാദപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ കയ്യടി നേടുവാൻ അവസരം ഉണ്ടാകും. ആഴ്ചയുടെ അവസാനം തൊഴിൽപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുമെങ്കിലും ഉത്തരവാദിത്തം കൂടിയ മേഖലകളിലേക്ക് ജോലി മാറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം. അനവസരങ്ങളിലുള്ള സംസാരം മൂലം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയും വളരെയധികം തിരിച്ചടികൾ സമ്മാനിക്കുകയും ചെയ്യും. ആഴ്ചയുടെ അവസാനത്തോടുകൂടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വളരെ കാലമായി പിണങ്ങിയിരുന്ന സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതാണ്.
നിങ്ങൾക്ക് തൊഴിലിൽ വിജയം, സാമ്പത്തിക ലാഭം, രോഗശാന്തി എന്നിവയെല്ലാം അനുഭവപ്പെടുന്ന ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 9, 10, 11 ദിനങ്ങളിതാക്രമം വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളാണ്. ഈ ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും മഹാക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായ സേവനത്തിൽ തൊഴിൽ ഇടങ്ങളിൽ സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ ബന്ധുക്കൾക്കോ സ്വന്തം ചിലവിൽ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനമുണ്ടാകും. പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളോ ഉല്ലാസ യാത്രകളോ ബന്ധുജനങ്ങളോടൊപ്പവും അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പവും നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തോടുകൂടി സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാനോ പ്രധാനപ്പെട്ട രേഖകൾ മോഷണം പോകുവാനോ ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടുകൂടി രോഗശാന്തി ലഭിക്കുമെങ്കിലും മനസ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുകയും കൂടെയുള്ള സഹപ്രവർത്തകരുമായി അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുവാനും ഇടയുണ്ട്. എന്നിരുന്നാലും പുതിയ പ്രൊജക്റ്റുകളിൽ നിറസാന്നിധ്യം ഉണ്ടാവുകയും സുദീർഘമായ ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 12, 13, 14 ദിനങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുകയും അതിൽ വൻ വിജയം നേടുകയും ചെയ്യും. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ വന്നെത്തും. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൽ വിജയം സുനിശ്ചിതമാവുകയും ചെയ്യും. ബന്ധുജനസമാഗമം, കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളും ഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ ഇരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും, ഇതിൽ വിജയിക്കുകയും ചെയ്യും. കലാ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതുവഴി നിങ്ങളുടെ പേരും പ്രശസ്തിയും ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും പാരിതോഷികങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ അനാവശ്യമായ സ്ത്രീ വിഷയങ്ങളിൽ പേരുദോഷം കേൾക്കുവാൻ ഇടവരും. അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടാകുവാനും സാഹചര്യം വന്നുചേരും. വരവിനേക്കാൾ ചെലവ് അനുഭവപ്പെടുകയും അനാവശ്യമായ ചെലവുകൾ മൂലം സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി മനസ്സന്തോഷം, ദാമ്പത്തിക ഐക്യം, ധനനേട്ടം, ഭക്ഷണസുഖം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. മകരം രാശിയിലുള്ള തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും. സെപ്റ്റംബർ 14, 15, 16 ദിവസങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ ഈ ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേസ് വഴക്കുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരിചയമില്ലാത്ത ആളുകളുടെ ഇടപെടലുകൾ അന്ത്യം കുറിച്ചില്ലെങ്കിൽ ചതിയിൽപ്പെടുവാനിടവരും. ഉദര ഹൃദയ രോഗങ്ങളുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശസ്ത്രക്രിയ അനിവാര്യമായി വരുന്ന ഒരു സമയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ജാമ്യം നിന്ന ഇടപാടുകളിൽ പരസ്പരം തെറ്റിപ്പിരിയുവാനോ പോലീസ് കേസുകൾ ഉണ്ടാകുവാനോ ഇടയുണ്ട്. ആഴ്ചയുടെ മധ്യത്തോടുകൂടി സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കുവാൻ ഇടവരും. വിദഗ്ധ ഉപദേശം തേടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലക്ഷ്യപ്രാപ്തി വരിക്കുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ, ഉത്സവ ആഘോഷങ്ങൾ, ബന്ധുജനങ്ങൾക്കൊപ്പം പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കും. വളരെ കാലമായുള്ള നിങ്ങളുടെ അഭിലാഷമായ വിദേശ യാത്ര സഫലമാകുന്നതാണ്.
നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും തളരാതെ പ്രവർത്തിക്കുവാനും ആത്മവിശ്വാസം ലഭിക്കുകയും സർവരുടെയും പ്രശംസ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ അവസാനത്തിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങളോ രേഖകളോ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. കുംഭരാശിയിലുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ നിങ്ങളാൽ കഴിയുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ശരീര ശോഷണം, ആരോഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷബാധ ഏൽക്കുവാൻ ഇടയുണ്ട്. അത് ആശുപത്രിവാസത്തിനും കാരണമാകും. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചതിയുണ്ടാകുവാൻ ഇടയുള്ള ഒരു ആഴ്ചയാണ്. പഴയ ചില കേസുകൾ വീണ്ടും സജീവമാകുവാനും പോലീസ് അന്വേഷണത്തിനും ഇടയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുമെങ്കിലും തിരിച്ചു നന്ദിയില്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നെത്തുക. ആഴ്ചയുടെ മധ്യത്തോടുകൂടി ശത്രുഹാനി, രോഗശാന്തി, ധനനേട്ടം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറുകയും പുതിയ ഉണർവ് അനുഭവപ്പെടുകയും ചെയ്യും. സർവർക്കും സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സംബന്ധമായ വിദേശ യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നതാണ്. വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷവേളകൾ പങ്കെടുക്കുവാനും അവസരം സിദ്ധിക്കുന്നതാണ്. മീനം രാശിയിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയുമെന്നും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ.